പുത്തൂർ ഡിവൈൻ പബ്ലിക് സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, ചെയർമാൻ, ഡയറക്ടേഴ്സ്, അധ്യാപകർ, അനധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അടക്കമുള്ള എല്ലാവർക്കും ആദ്യമായി നവവത്സര ആശംസകൾ നേരുന്നു. ഇന്നത്തെ പരിപാടി വളരെ നേരത്തെ തന്നെ എന്നോട് ഏൽപ്പിക്കുകയും തീർച്ചയായും വരാം എന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ അത്യാവശ്യമായി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും ധനകാര്യമന്ത്രിമാരെ കേന്ദ്ര ധനകാര്യമന്ത്രി ബഡ്ജറ്റിൻ്റെ മുന്നോടിയായിട്ടുള്ള ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന ഇന്ന് ആ യോഗം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകളിലൊന്നാണ് നമ്മുടെ ഡിവൈൻ പബ്ലിക് സ്കൂൾ. പുത്തൂരിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അഭിമാനകരമായ ഒരു നേട്ടം ഈ ഘട്ടത്തിൽ ഉണ്ടായെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ IT മേഖലയിലെ സെമി കണ്ടക്ടർ നിക്ഷേപം നടന്നത് ഈ അടുത്തിടയ്ക്കാണ്. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ IT മന്ത്രി പറഞ്ഞു, ഏറ്റവും വലിയ IT ഇൻവെസ്റ്റ്മെന്റ് നടന്നത് 112 കോടി നിക്ഷേപം ഒരു പുതിയ കമ്പനിക്ക് നടന്നത് നേത്ര സെമി എന്ന ഒരു കമ്പനിക്കാണ്. അത് കൊട്ടാരക്കരയിൽ അവർക്കിപ്പോൾ പ്രവർത്തനം ആരംഭിച്ച സോഹോ എന്ന കമ്പനിയാണ് ഇതിനകത്ത് നിക്ഷേപിച്ചത്. ഈ നേത്ര സെമിയുടെ യൂണിറ്റും കൊട്ടാരക്കരയുണ്ട്. പുത്തൂരിനെ സംബന്ധിച്ച് അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പുത്തൂർക്കാരായ ആളുകളാണ്. ജ്യോതിഷ് എന്ന് പറയുന്ന പുത്തൂരിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് അത് കഴിഞ്ഞിട്ട് വിദേശത്തുൾപ്പെടെ പോയി ജോലി ചെയ്ത് നാട്ടിൽ ഇപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പം 3 പേരും ചേർന്ന് ആരംഭിച്ചതാണ് ഈ നേത്ര സെമി. ആ കമ്പനി പുത്തൂരിന് ഒരു വലിയ ബന്ധമുണ്ട് എന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഇത്തരം ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ തന്നെ ആരംഭിച്ചിട്ടുള്ള സോഹോയുടെ IT പാർക്ക്, അടുത്ത 19-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന കോവർക്കിംഗ് സ്പേസ്, ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആ കാര്യങ്ങൾക്കൊക്കെ പങ്കുവഹിക്കാൻ കഴിയുന്ന ആളുകൾ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. അവരെല്ലാം വിദ്യാഭ്യാസത്തിൽ നന്നായി ശ്രദ്ധിക്കുമ്പോൾ തന്നെ സാംസ്കാരിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത് പൊതുവായ നാടിന്റെ മാറ്റങ്ങളെപ്പറ്റി പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടവരാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ആ പ്രവർത്തനത്തിന് നന്നായി നടക്കുകയും നന്നായി പഠിക്കുകയും ചെയ്യുക. ഇന്നത്തെ നിങ്ങളുടെ വിഷയങ്ങൾ തന്നെ വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഇന്നത്തെ ഈ ആനുവൽ ഡേയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് നോട്ടീസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്രോഷറിൽ ആ പരിപാടികളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും നന്നായി ആ പരിപാടികൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തൊട്ടടുത്ത ഒരു അവസരത്തിൽ തന്നെ ഡൽഹിയിൽ നിന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്കൂൾ മാനേജ്മെന്റുമായിട്ട്, അധ്യാപകരോട് സംസാരിച്ച് നിങ്ങളുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ തീർച്ചയായിട്ടും ഞാൻ എത്തിച്ചേരാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു, അഭിവാദ്യങ്ങൾ നേരുന്നു.